ശ്രീ ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള സർജു, പ്രമോദ്, മോഹനൻ, ശ്രീമതി രമാദേവി, അനീഷ് മാസ്റ്റർ, ജോഷി, ശ്രീ സുജിത്ത് തുടങ്ങിയ നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ പ്രസംഗം ഇവിടെ തുടങ്ങുന്നതിന് മുൻപ് ഞാനിങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന ഒരു സംശയത്തിലാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സദാനന്ദം മാസ്റ്റർ, അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്ന ഒരു കട്ടൻ ചായയൊക്കെ പുറത്ത് വെച്ച് കുടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിലെ തിക്താനുഭവങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതിനപ്പുറം നമ്മൾ എന്തു പറഞ്ഞാലാണ് നിങ്ങളുടെ മുൻപിൽ കയ്യടി വാങ്ങുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനോ കഴിയുക എന്ന് എനിക്കറിയില്ല. കാരണം ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്ന, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നു വന്നപ്പോൾ ഉണ്ടായ ഓരോരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ മുന്നിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞത് വളരെ മനോഹരമായി. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒരു നിറ കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എനിക്കറിയാം, അതിനു മുമ്പ് തന്നെ മറ്റു പലരും ഇവിടെ ചില കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് നരേന്ദ്രമോദിജിയെക്കുറിച്ചും സുരേഷ് ഗോപിയെക്കുറിച്ചും ഇവിടെ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു. അതൊരു കൊലച്ചതിയാണ്. സത്യത്തിൽ ഈ പ്രോഗ്രാമിന് വന്നത് തന്നെ എന്നോടുള്ള ചതിയാണ്. അത് സേനനും ഇവിടുത്തെ ചില ആൾക്കാരും കൂടെ ചെയ്ത ചതിയാണ്. മറ്റൊരാൾ വരേണ്ട പ്രോഗ്രാമായിരുന്നു. അദ്ദേഹത്തിന് അവസാന നിമിഷം വേറൊരു, നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന എനിക്കറിയാം, സന്ദീപ് വാചസ്പതിയായിരുന്നു. അദ്ദേഹം വളരെ നല്ല പ്രാസംഗികനാണ്, നിങ്ങളെയൊക്കെ കയ്യിലെടുക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ വന്ന കയ്യടി കിട്ടാൻ എന്താ വഴി? എനിക്ക് കയ്യടി കിട്ടുന്നതിൻ്റെ ഒരു മാജിക് അറിഞ്ഞൂടാ. അപ്പോൾ സ്ഥിരം പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി എന്ന് പറയുക, കയ്യടിച്ചോളൂ. അതല്ലെങ്കിൽ തൃശ്ശൂരാണ് വേറൊരു ഗുണമുണ്ട്, സുരേഷ് ഗോപി എന്ന് പറയുക, ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞ പോലെ 2 കയ്യടി കിട്ടിക്കോളും. വളരെ ബുദ്ധിമാന്മാരായ നിങ്ങളുടെ നേതാക്കൾ ഇത് രണ്ടും വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് ആ സ്കോപ്പില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് കാരണം നിങ്ങൾക്ക് ബോറടിക്കുന്ന കുറച്ച് കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അധികം നീട്ടില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരു ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ്, ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യുന്നത് 3 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ രാജ്യരക്ഷ, 2 ഈ സമൂഹത്തിൻ്റെ വളർച്ച, 3 നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ലഭിക്കേണ്ട സാമ്പത്തികമായ നേട്ടങ്ങൾ, നമുക്ക് കുടുംബങ്ങൾക്കും ലഭിക്കേണ്ട എല്ലാ സാമൂഹ്യമായ നേട്ടങ്ങളും അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങളും നമ്മളുടെ വളർച്ചയും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാലും നമുക്കുറപ്പുണ്ട്, ഈ ഭാരതത്തിലെ ഓരോ വ്യക്തിയും എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഭാരതത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ ഈ നാടിന്റെ വളർച്ച, ഏത് വിഷയമെടുത്താലും നമുക്കറിയാം, 2014 വരെയുള്ള ഈ രാജ്യത്തിന്റെ വളർച്ചയും അന്ന് ഈ രാജ്യം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളുമെല്ലാം എത്ര മറവി രോഗമുണ്ടായാലും ആളുകൾ മറക്കാൻ സാധ്യതയില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. കാരണം ഇത് BJP പ്രവർത്തകരുടെ, NDA പ്രവർത്തകരുടെ, BJPയുടെ അനുഭാവികളുടെ യോഗമാണ്. ഇതൊരു പൊതുയോഗമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന പൊതുയോഗങ്ങളും അതുപോലെ തന്നെ സമ്പർക്കങ്ങളും ഗൃഹസമ്പർക്കങ്ങളും
ഇത്തരം വിശദമായ വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായി പോലും നിങ്ങളുടെ ഓരോ വാചകങ്ങളും വാക്കുകളും മാറണം. അങ്ങനെയായിരിക്കണം ഓരോ വോട്ടും BJPക്ക് നേടിയെടുക്കേണ്ടത്. കാരണം നമ്മൾ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലഭിക്കേണ്ട വോട്ടുകൾ പ്രതിപക്ഷ ഭാഗത്തു നിന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ വോട്ടുകളും പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ദുഷ്കരമായ മാർഗത്തിൽ നിന്ന് ലഭിക്കേണ്ട വോട്ടുകളായതിന്റെ കാരണം നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 വരെ ഇന്ത്യയുടെ ഭാഗധേയ നിർണയിച്ചിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഭരിച്ചപ്പോൾ നമുക്കറിയാം ഇന്ത്യയെ കണക്കാക്കിയിരുന്നത് ഈ ലോകത്തിലെ തന്നെ 10 ഫ്രജൈൽ എക്കണോമി എന്ന ഒരു കണക്കിൽപ്പെടുത്തിയിട്ടായിരുന്നു. എന്താണ് ഫ്രജൈൽ എക്കണോമി? ഈ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും തകർന്നടിഞ്ഞ 10 രാജ്യങ്ങൾ, കടക്കണിയിലായ 10 രാജ്യങ്ങൾ, ഇനി മുന്നോട്ടു പോകുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഇന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരുപക്ഷെ ശ്രീലങ്കയും അടക്കമുള്ള രാജ്യങ്ങൾ എങ്ങനെയാണോ തകർന്നു നിൽക്കുന്നത്, എങ്ങനെയാണോ വിദേശ രാജ്യത്ത് നിന്ന് നിക്ഷേപം ഒരിക്കലും വരുവാൻ സാധ്യതയില്ലാതെ തകർന്നു നിൽക്കുന്നത് എന്ന ഒരു കണക്കിൽപ്പെട്ട രാജ്യമായിരുന്നു. അങ്ങനെയുള്ള 10 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഭാരതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 10 വർഷത്തിന് ശേഷം ഇന്ത്യ ഇന്ന് വേൾഡിലെ ഏറ്റവും വളരുന്ന എക്കണോമി ആയിരിക്കുന്നു. ഏറ്റവും ഉയർച്ചയിൽ വളരുന്ന GDP ഇന്ന് ഭാരതത്തിന്റേതാണ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ സമ്പന്ന രാഷ്ട്രം, GDP ഏറ്റവും കൂടുതൽ വളരുന്ന രാഷ്ട്രം, ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും ജപ്പാനും ശേഷം 5ാമത്തെ രാജ്യം, ഇത് ഭാരതമായി മാറിയിരിക്കുന്നു. ഇത് നേട്ടമല്ലേ? ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാർ ചെയ്ത എല്ലാ കുഴപ്പങ്ങളും മറികടന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തെ മുൻനിർത്തി നരേന്ദ്രമോദി സർക്കാർ നടത്തിയ വലിയ വികസനത്തിന്റെ ഭാഗം ഇന്ന് നമുക്ക് വിദേശത്ത് നിന്ന് ആവശ്യത്തിനകം ലോൺ കിട്ടുന്നു. ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കൾ ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ വിദേശ രാജ്യത്ത് നിന്നാണെങ്കിൽ ഇന്ന് ഐഫോണും സാംസങ്ങും അടക്കമുള്ള എല്ലാ മൊബൈൽ ഫോണുകളും ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളാണ് ഇന്ന് മറ്റുള്ള പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും കാറുകളായാലും മറ്റും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടത്തിയിരിക്കുന്നു, വികസനം നടന്നിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും തൊഴിൽ കിട്ടുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു. ഇത് ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ 2ാമത്തെ സ്ഥാനം, അരി ഉൽപാദനത്തിലെ 2ാമത്തെ സ്ഥാനം ഇന്ന് ഇന്ത്യക്കാണ്. ഗോതമ്പായാലും പാലായാലും മത്സ്യബന്ധന മേഖലയായാലും ഇന്ത്യ ലോകത്തിന് മുഴുവൻ അരിയും ഗോതമ്പും നൽകുന്ന രാജ്യം. നമുക്കറിയാം, അവിടെ യുദ്ധമുണ്ടായപ്പോൾ, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി നിർത്തുമെന്നൊരൊറ്റ പ്രഖ്യാപനം വന്നപ്പോൾ വിദേശ രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങളെ പട്ടിണിയാക്കരുത്. കാരണം റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നും ഗോതമ്പോ അരിയൊക്കെ വന്നില്ലെങ്കിൽ ഇന്ന് ലഭിക്കുവാൻ സാധ്യതയുള്ളത് ഏറ്റവും ചിലവ് കുറഞ്ഞ് അരിയും ഗോതമ്പും വിദേശ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് ലോക രാജ്യങ്ങളിലെ പട്ടിണി അകറ്റുന്ന മഹത്തായ ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾക്ക് അരിയും ഗോതമ്പും അടക്കം ഇന്ന് ഭാരത സർക്കാർ നൽകുന്നു. ഇത്തരത്തിലുള്ള വികസനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ വികസനത്തിന്റെ നേട്ടത്തിന്റെ എല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടിൽ അഴിമതിയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അഴിമതിയുടെ ഘോഷയാത്രയായിരുന്നു 2014 വരെ. അത് ഭൂമിയിലായാലും ആകാശത്തായാലും പാതാളത്തിലായാലുള്ള ഭാരതത്തിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും വിറ്റുതുലച്ച ഒരു സർക്കാരായിരുന്നു കോൺഗ്രസ് സർക്കാർ. 2G സ്പെക്ട്രം അഴിമതി കേസ് നമുക്കറിയാം, കൽക്കരി അഴിമതി കേസ് നമുക്കറിയാം. അതുപോലെ തന്നെ സർവ്വവിധ അഴിമതികളും ഈ രാജ്യത്ത് നടന്നിരുന്നു. ഇത്തരത്തിലുള്ള അഴിമതികളുടെ കൂത്തമ്പലമായി ഈ രാജ്യം മാറിയപ്പോൾ
ഈ രാജ്യത്തെ തകർച്ചയിൽ നിന്നും ഈ രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്നും രക്ഷിച്ച ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുകൊണ്ട് സാധാരണക്കാരും കമ്മ്യൂണിസ്റ്റുകാരിലേക്കും ഇതുകൊണ്ട് രാജ്യത്ത് GDP കൂടി, രാജ്യം ചന്ദ്രനിലേക്ക് ആളെ അയക്കാൻ പോകുന്നു, ചൊവ്വയിലേക്ക് നിങ്ങൾ ആളെ അയക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ നേട്ടം? ഇവിടെ പണ്ട് ഈ രാജ്യത്ത് മുഴുവൻ വികസനം നടക്കുമ്പോൾ എല്ലാ കാര്യത്തിലും കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം ചോദിക്കുന്നുണ്ട്. വിദേശത്തേക്കും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തേക്ക് നിരന്തരം നരേന്ദ്രമോദി കറങ്ങി നടന്നു. എന്തുണ്ട് ഗുണം? നിങ്ങൾ ബഹിരാകാശത്തേക്ക് വിമാനമായി വണ്ടി അയക്കുന്നു, ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ പട്ടിണി മാറുമോ? ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത്, പറ്റിച്ചിരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ട്, നേട്ടങ്ങൾ കൊണ്ട് ലോകത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ യശസ് എത്രമാത്രം ഉയർന്നു. അതുപോലെ തന്നെ ഇത്തരം ബഹിരാകാശ വാഹനങ്ങൾ കൊണ്ട്, യാത്രകൾ കൊണ്ട് ഈ കേരളത്തിൽ മഴയെപ്പ വരുമെന്നും കൊടുങ്കാറ്റെപ്പ വരുമെന്നും എങ്ങനെ മത്സ്യപ്രവർത്തകർക്ക് കടലിലേക്ക്, ഉൾക്കടലിലേക്ക് ചെല്ലുവാൻ പറ്റുമെന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ എത്തിക്കുവാൻ ഇന്ന് രാജ്യത്തിന്, ഈ ഭാരതത്തിന് മറ്റ് രാഷ്ട്രങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ഇത്തരം നേട്ടങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്കും നേട്ടമുണ്ട് എന്നുള്ള കാര്യത്തിലേക്കും കൂടി നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാഷണൽ ഹൈവേ, വന്ദേ മാതരം തുടങ്ങിയ വലിയ വികസന പദ്ധതികൾ നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങൾക്ക് തൊട്ടറിയാവുന്ന, നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്ന രീതിയിൽ ഈ കേരളത്തിലും നടക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം അത് കണ്ണുകൊണ്ട് കാണുവാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ധാരാളം നടക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം വിടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഏറ്റവും ആവശ്യപ്പെട്ട ആശുപത്രികളുടെ വികസനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ആശുപത്രികൾ വന്നു എന്ന്? പറയട്ടെ ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ, തങ്ങൾ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് എത്ര ആശുപത്രികൾ വികസിപ്പിച്ചു, എത്ര പുതിയ ആശുപത്രികൾ തുടങ്ങി, ആ ആശുപത്രികളിൽ എത്ര പുതിയ ബെഡുകൾ വന്നു? സംസ്ഥാനത്തെ പിണറായി സർക്കാർ പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇത്തരത്തിലുള്ള കണക്കുകൾ പറയുന്നത് കേൾക്കാറുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7 ആശുപത്രികൾ മാത്രമാണ് തുടങ്ങിയത്. അതും തുടങ്ങിയിട്ട് ഏതാണ്ട് 25 ബെഡുകൾ മാത്രമാണ് പുതിയതായിട്ടുള്ളത്. അതായത് പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ് വളരെ ചെറിയ ക്ലിനിക്കുകൾ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 145 ജനറൽ ആശുപത്രികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 268 ആശുപത്രികൾ, വലിയ ആശുപത്രികൾ വന്നിരിക്കുന്നു. വികസനമല്ലേ ഇത്? സാധാരണക്കാരന് കിട്ടുന്ന നേട്ടമല്ലേ? അപ്പൊ 268 മെഡിക്കൽ കോളേജുകൾ, വെറും ആശുപത്രികളല്ല, മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരിക്കുന്നത്, വലിയ മെഡിക്കൽ കോളേജുകൾ. ഈ മെഡിക്കൽ കോളേജുകളിലെ ഇന്ന് 79% MBBS സീറ്റുകൾ ഉണ്ടായിരിക്കുന്നു. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലല്ല, സഹകരണ മേഖലകളിലല്ല, ഗവൺമെന്റ് സെക്ടറിൽ 79% ഇന്ന് ഈ രാജ്യത്ത് പഠിക്കുന്ന MBBS സ്റ്റുഡൻസ്, ഡോക്ടർമാരാകാൻ പോകുന്ന വിദ്യാർത്ഥികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ ഗുണം കൊണ്ട് അവർ നിർമ്മിച്ച പുതിയ 268 ആശുപത്രികളിലാണ്, ഈ സർക്കാർ ആശുപത്രികളിലാണ് പുതിയ MBBS ഡോക്ടർമാർ പഠിക്കുന്നത്. 90% മെഡിക്കൽ സീറ്റിൽ അതിൽ PG സീറ്റ്, 90% PG സീറ്റിന്റെ വർധനവ്. ഇതെല്ലാം നാളത്തെ അടുത്ത തലമുറയ്ക്ക് ഗുണകരമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഈ പഠന സൗകര്യങ്ങളിലെല്ലാം നരേന്ദ്രമോദി സർക്കാർ റീജിയണൽ ലാംഗ്വേജിന്റെ നിർബന്ധമായ വികസനം, അതുപോലെ തന്നെ MBBS പരീക്ഷയ്ക്ക് റീജിയണൽ ലാംഗ്വേജിൽ, അതായത് തമിഴ്, മലയാളം, ആന്ധ്ര അത്തരത്തിലുള്ള ഭാഷയിൽ പോലും പഠിക്കുവാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. പക്ഷേ ഇവർ ആക്ഷേപിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഹിന്ദിയെ മാത്രം വളർത്തുന്നു, നരേന്ദ്രമോദി സർക്കാർ ബഹുഭാഷ, ബഹുസ്വരത്വം നശിപ്പിക്കുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ, റീജിയണൽ ഭാഷയിൽ പോലും, ഈ സൗത്ത് ഇന്ത്യൻ ഭാഷയിൽ പോലും MBBS പഠിക്കുവാനുള്ള അവകാശം തന്ന സർക്കാർ ഈ സർക്കാരാണ് കേരളത്തിലുള്ളത്, ഭാരതത്തിലുള്ളത്. അടുത്തത് ജനങ്ങൾക്ക് എങ്ങനെ മരുന്ന് കിട്ടുന്നു.
നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടത്തിലെല്ലാം ഇവിടെ കോവിഡ് വാക്സിൻ വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന ഇറക്കി. ഈ വാക്സിൻ ഒന്നും ഗുണകരമല്ല, അതുകൊണ്ട് ജർമ്മനിയിൽ നിന്നൊരു വാക്സിൻ വേണം. ഫൈസർ എന്ന കമ്പനിയുടെ ഒരു വാക്സിൻ, അത് ഇങ്ങോട്ട് ഇന്ത്യയിൽ കൊണ്ടുവരണം, ഇറക്കുമതി ചെയ്യണം. ആ വാക്സിൻ ഈ കേരളം ഇന്ത്യയിൽ മുഴുവൻ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞ് 7 പ്രാവശ്യമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശ്രീ രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, വിദേശ വാക്സിനും വിദേശ മരുന്നുകൾക്കും വേണ്ടി നിരന്തരം നിർബന്ധം ചെലുത്തുന്ന പ്രതിപക്ഷ കക്ഷികൾ. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ എന്താ ചെയ്യുന്നത്? നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്, ഈ കേരളത്തിൽ പോലും 968 ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയ സർക്കാർ, ഈ രാജ്യത്ത് 10,000-ഓളം പുതിയ ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയ സർക്കാർ, ആ സർക്കാരിന്റെ പേരല്ലേ നരേന്ദ്രമോദി സർക്കാർ? 10,000 ജനൌഷധി കേന്ദ്രങ്ങൾ. നിങ്ങളെ 10,000 ജനൌഷധി കേന്ദ്രങ്ങളുടെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഭയന്നു പോകും. ഞാൻ ഈ കേരളത്തിലെ കണക്കുകൾ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാം. എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ആ ഇമ്പാക്ട് മനസ്സിലാക്കുമ്പോഴേ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ന് കാണുന്ന ലോകത്തിലെ ചില കിളവന്മാരായ ഭീകരവാദികൾ നടത്തുന്ന ഭീകരപ്രവർത്തനം, സാമ്പത്തിക ഭീകരപ്രവർത്തനം, എന്തുകൊണ്ട് അവർ നരേന്ദ്രമോദിയെ നേരിടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഫാർമസി കമ്പനികളാണ്, ലോകത്തിലെ മരുന്ന് കമ്പനികളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. അത് അമേരിക്കയായാലും ജർമ്മനി ആയാലും ജപ്പാനായാലും റഷ്യ ആയാലും അവരെയെല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്റെ പണം കൊണ്ടാണ് അവർ നിയന്ത്രിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു ഉദാഹരണത്തിന്, വെറും 1000 ജനൌഷധി കേന്ദ്രം, 968 ഒരു കണക്കിന് 1000 എടുക്കൂ. 1000 ജനൌഷധി കേന്ദ്രങ്ങളിൽ നിന്ന് 100 പേര് മരുന്ന് വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ, അവർ വെറും 100 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം 1 കോടി രൂപയുടെ മരുന്ന് ഒരു ദിവസം ചെലവാകുന്നുണ്ട്. അത് 20% മാത്രമാണ് അത്തരം മരുന്നുകളുടെ വില. പലതിനും അതിനേക്കാൾ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഷുഗർ പോലുള്ള മരുന്നിനൊക്കെ 10%-നൊക്കെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം 20%-എങ്കിലും വില കുറച്ച് കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് മാർക്കറ്റിൽ 5 കോടി രൂപയുടെ മരുന്നാണ് മാറുന്നത്. സാധാരണക്കാരന് ഗുണം കിട്ടുന്നു. 10 രൂപയ്ക്കും 100 രൂപയ്ക്കും കിട്ടേണ്ട മരുന്ന് 1 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് കൊച്ചു കേരളത്തിൽ പോലും ഒരു ദിവസം 5 കോടി രൂപയുടെ മരുന്നിന്റെ നഷ്ടം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഉണ്ടാകുന്നു. കച്ചവടം നടക്കുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അതിനു പകരം ഈ വില കുറഞ്ഞ മരുന്ന്, എന്നാൽ ശക്തമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച വിലക്കുറവിൽ, അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് അതേ കമ്പനിയുടെ മരുന്ന് നൽകുന്നു. ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, മരുന്ന് കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഈ 10,000 മരുന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് സാധാരണക്കാരൻ മേടിക്കുന്ന മരുന്നിന്റെ ലാഭം ഇവിടുത്തെ വിദേശ കുത്തകൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ജോർജ് സോറനെ പോലുള്ള, റോക്ക്ഫെൽ ഫൗണ്ടേഷനെ പോലുള്ള വ്യക്തികൾക്ക് നഷ്ടം വന്നത്? എത്ര ശതകോടികളായിരിക്കും? ഒരു ദിവസം 5 കോടി. അത് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് 3% മാത്രമുള്ള ഈ സംസ്ഥാനത്ത് നിന്ന് 5 കോടി നഷ്ടമുണ്ടെങ്കിൽ, ഈ പറയുന്ന 95% നഷ്ടം വരുന്ന വലിയ വലിയ സംസ്ഥാനങ്ങളിൽ എത്ര കോടിയായിരിക്കും നഷ്ടം? ഇത് ഞാൻ സൂചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വലിയ ഗൂഢാലോചന, അതിന്റെ ഭാഗമായിട്ടാണ് കേജ്രിവാളൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജർമ്മനിയിൽ നടക്കമുള്ള വലിയ എതിർപ്പ് വരുന്നത്. ജനങ്ങൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കണക്ക് പറഞ്ഞ കൂടുതൽ പേര് എനിക്ക് തോന്നുന്നുണ്ടെന്നാണ്. അത് കാരണം ഞാൻ മറ്റുള്ള കുറച്ച് കുറ്റം പറയാം. അതായിരിക്കും എല്ലാവർക്കും സൗകര്യവും എളുപ്പവും. കയ്യടി കിട്ടാനും അതാണ് എളുപ്പം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കറിയാം ഒന്നല്ലെങ്കിൽ നിർത്തണം എന്നായിരിക്കും, അല്ലെങ്കിൽ എന്റെ വർത്താനം ശരിയല്ല. ഞാനിത് പറയാൻ കാരണം, കയ്യടി കിട്ടുന്ന പ്രസംഗങ്ങൾ എളുപ്പമാണെന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരൊറ്റ അതിനോട് ഇനി ഞാൻ പറയില്ല. എനിക്ക് കാര്യം മനസ്സിലായി. 7 പേർ ഇറങ്ങിപ്പോയി. ഇവിടുന്ന് 2 പെൺകുട്ടികൾ, അവിടുന്ന് 4 പേര് കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഇത് സൂചിപ്പിച്ചത് നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയമല്ല ഇന്ന് ഭാരതത്തെക്കുറിച്ച് വിദേശികൾ കാണുന്നത്. ഇതിവിടെ വിജയിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ളത് കൊണ്ട് ചരിത്രം മാറുകയാണ്, രാഷ്ട്രീയം മാറുകയാണ്.
ലോകത്തിന്റെ മുൻപിൽ ഒരു പ്രത്യയശാസ്ത്രം, ഒരു പുതിയ രീതി, ഒരു പുതിയ സാമ്പത്തിക തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടാണ് സാമ്പത്തികമായി ഏറ്റവും തളർച്ചയുള്ള കർഷകർക്ക്, കേരളത്തിൽ പോലും 23 ലക്ഷം കർഷകർക്ക് ഈ സംസ്ഥാനത്ത് കർഷക പെൻഷൻ നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. കർഷകർക്ക് പെൻഷൻ നൽകും. അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി ഇതുവരെ നൽകിയത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നതും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നതും. ഒരു പ്രത്യേക ദിവസം ഉച്ചക്കഞ്ഞി മുടങ്ങിയപ്പോൾ ഹെഡ് മാസ്റ്റർമാർ പോലും റോട്ടിൽ നിന്ന് പണം കടം മേടിക്കാതെ ഉച്ചക്കഞ്ഞി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉച്ചക്കഞ്ഞി വിതരണം നിർത്തിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർ റോട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി, കേന്ദ്ര സർക്കാർ ഉച്ചക്കഞ്ഞി വിതരണം നിർത്തലാക്കി, ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. അപ്പൊ ഇതുവരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം കൊണ്ടാണോ നിങ്ങൾ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത്? ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത് നിങ്ങളാന്നല്ലേ ഇതുവരെ പറഞ്ഞേ? ഇപ്പൊ പറയുവാണ് കേന്ദ്ര സർക്കാർ നിർത്തിയത് കൊണ്ടാണ് ഉച്ചക്കഞ്ഞി വിതരണം നടക്കാത്തത്. ഇതുപോലെ തന്നെ പെൻഷൻ, വിധവാ പെൻഷൻ കിട്ടുന്നതിൽ 200, 500 വരെ പല രീതിയിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയ തുകയല്ലേ? എന്നിട്ട് പറഞ്ഞു കേരളത്തെ കേന്ദ്രം മുഴുവൻ വരിഞ്ഞു കെട്ടുകയാണ്, സാമ്പത്തികമായി തകർക്കുകയാണ്, കേന്ദ്ര ഫണ്ടുകൾ തരുന്നില്ല. ഇതല്ലേ ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളോടെല്ലാം പറഞ്ഞ കഥകള്? ഈ കഥകൾ പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ചാനലിലൊക്കെ പറയാം 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ഇന്ന് പോയാലും കേൾക്കാം 57,000 കോടി രൂപ. ഇത് എവിടെന്നാ കണക്കെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവരിത് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോയപ്പോ ഞാൻ ആ സുപ്രീം കോടതിയുടെ അഫിഡവിറ്റ് എടുത്ത് വായിച്ചു നോക്കി. പെട്ടെന്ന് 57,000 കോടി എന്നുള്ളത് 15,000 കോടിയായി. 15,000 കോടി എന്താ? കടം വേണം 15,000 കോടി. ഇതല്ലേ സുപ്രീം കോടതി പോയി പറഞ്ഞേ? 57,000 കോടിയുടെ കണക്ക് മുഴുവൻ മാഞ്ഞു. 15,000 കോടി എന്ന കണക്കായി. ഈ 15,000 കോടിയുണ്ടോ? കേന്ദ്രത്തിന്റെ ബഹുമാനപ്പെട്ട അവിടുത്തെ സുപ്രീം കോടതി സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ 10,000 കോടി കിട്ടാനുണ്ടോ? ഞങ്ങൾക്ക് 10,000 കോടി കിട്ടാനില്ല. കപിൽ സിബൽ പറയുക, കോൺഗ്രസിന്റെ നേതാവായിരുന്ന കപിൽ സിബൽ പറഞ്ഞു 15,000 കോടി ഞങ്ങൾക്ക് കിട്ടാനില്ല. പക്ഷേ കടം നൽകുവാനുള്ള 3% നിന്ന് 3.5% ഞങ്ങൾക്ക് ഈ 15,000 കോടി തരണം എന്നുള്ള കണക്കല്ലേ പറഞ്ഞ്? അതായത് അനിയന്ത്രിതമായി കടം വാങ്ങിക്കുവാനും വായ്പ മേടിച്ച് പുട്ടടിക്കുവാനുമുള്ള ഒരു ഭരണ സംവിധാനമായി ഈ കേരളം മാറിയിരിക്കുന്നു. ഈ 15,000 കോടി കൊടുത്താൽ ഇവരെന്ത് ചെയ്യും? ഈ വർഷത്തെ ചില കണക്കുകൾ തീർക്കും, കടങ്ങൾ തീർക്കും. അത് സത്യത്തിൽ അടുത്ത വർഷത്തേക്ക് 6 മാസത്തേക്ക് കൂടി കിട്ടാനുള്ള പണമാണ്. ഇത് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോ സുപ്രീം കോടതിയിൽ അലമുറയിട്ടുകൊണ്ട് കപിൽ സിബൽ പറഞ്ഞു, ഈ കണക്ക് പുറത്തുവിടരുത്, ഈ കണക്ക് നിങ്ങൾ പുറത്തുവിടരുത്, പുറത്തുവിട്ടാൽ നാണക്കേടാവും. കാരണം അടുത്ത വർഷത്തെ സാമ്പത്തിക കണക്കുകളിൽപ്പെട്ട 15,000 കോടി ഈ വർഷം തന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും തകർന്നു പോകും. ഇത് മനസ്സിലാക്കുവാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് പറഞ്ഞപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് ഓടി. ഇതല്ലേ കണക്കുകൾ? ഇത് BJP ഗവൺമെന്റിലെ നേതാക്കളും BJP മന്ത്രിമാരും കേരളത്തിലെ BJP പ്രവർത്തകരും ചോദിക്കുമ്പോൾ ഇന്ന് കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നിലവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഓടിയ പോലെ നിങ്ങൾ ഓടുകയല്ലേ? ഇതല്ലേ യഥാർത്ഥ കണക്ക്? അപ്പൊ നിരന്തരം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന, ജനങ്ങളുടെ മുൻപിൽ 57,000 കോടിയുടെ കള്ളക്കണ് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈ നിരന്തരമായ വാദങ്ങൾ പൊളിയുകയല്ലേ? ഇതല്ലേ കണക്ക്? ഇതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ നമുക്കറിയാം, ലൈഫ് പദ്ധതിയിൽ ഇവർ പറഞ്ഞ നുണകൾ. കേരള സർക്കാരാണ് ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീടുകൾ വയ്ക്കുന്നത്. ജനങ്ങൾ കണക്ക് ചോദിച്ചു. ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള PMA പദ്ധതി പ്രകാരം എത്ര രൂപ കിട്ടുന്നത്? കേന്ദ്ര സർക്കാരിന്റെ വക PMAY അർബൻ, അതുപോലെ ഗ്രാമങ്ങളിലും അർബൻ നഗരങ്ങളിലും കിട്ടുന്നതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതല്ലേ? ബാക്കി 3.5 ലക്ഷത്തിന് ലോക്കൽ ഗവൺമെന്റ് നൽകുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്നത് വെറും 50,000 രൂപ. ഇത് വെച്ചുകൊണ്ടല്ലേ പിണറായി വിജയന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇവിടെ ലൈഫ് പദ്ധതി എന്ന് നടത്തുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചില്ലേ? ഇത്തരത്തിൽ ജനങ്ങൾ നിരന്തരം ഇവരോട് കണക്കുകൾ ചോദിക്കുമ്പോൾ ജനങ്ങൾ ഇവരുടെ മുമ്പിൽ ഇവരുടെ തട്ടിപ്പിന്റെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവരിന്ന് കേരളത്തിനോട് പറയുകയാണ്, ഇന്ന് BJP സർക്കാർ മുഴുവനായും BJP സർക്കാർ കേരളത്തിനെതിരെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അടുത്ത കണക്ക് കൊണ്ടുവരും. നിങ്ങൾ പുതിയൊരു കണക്ക് കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ ഏറ്റവും താഴെയാണ്. ഇന്ത്യയിൽ പട്ടിണിയാണ്.
പറഞ്ഞ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും പട്ടിണിയാണ് ഇന്ത്യയിൽ എന്നുള്ള കണക്കുകളൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്നിട്ടും എനിക്ക് മനസ്സിലാക്കാതെ ഈ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റൊന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരും. അവിടെ വളരെ സുഖമാണ്, അവിടെ ഇന്ത്യയേക്കാൾ സമൃദ്ധമാണ്. പക്ഷെ ഇങ്ങോട്ട് ഓടി വരും പട്ടിണിയായിട്ട്. അതെന്ത് കണക്കാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട്, തെറ്റായ രീതിയിലുള്ള കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംസ്ഥാന ഗവൺമെന്റിൽ ഒരുപക്ഷെ നമ്മൾ കൂടി വിശ്വസിക്കുന്ന കാര്യം, പ്രധാനപ്പെട്ട BJP നേതാക്കൾ വരെ വിശ്വസിച്ചിരുന്ന, ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന കാര്യം, കേരളത്തിലെ പബ്ലിക് സെക്ടർ കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ BJP വിറ്റുതുലയ്ക്കുന്നു എന്ന ആരോപണമാണ് CPM മുന്നോട്ട് വച്ചിരുന്നത്. BJP മുന്നോട്ട് വച്ചിരുന്നത് ഇവിടുത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്നു, പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നില്ല എന്ന കണക്കുകൾ വെച്ചിട്ടുള്ള ചില തരിമറികളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ജീവൻ വെച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള പണം BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 8,50,000 കോടി രൂപ, 8 ലക്ഷം കോടി രൂപയാണ് എങ്കിൽ, ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഈ കഴിഞ്ഞ ബജറ്റിൽ നൽകിയത് 25,35,000 കോടി. 25 ലക്ഷം കോടി. ഒരു കണക്ക് പറഞ്ഞ 8 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം കോടി രൂപയുടെ വളർച്ച ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നൽകിയ സർക്കാരാണ് BJP സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇത്രയേറെ വളർത്തിയ സർക്കാർ ഈ കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ 2014 ഏറ്റവും കുറഞ്ഞത് 33,865 കോടി രൂപ ഈ സംസ്ഥാനത്ത് 2014 മൻമോഹൻ സിംഗ് മുടക്കിയെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 73,290 കോടി രൂപ, 40,000 കോടി രൂപ അധികം ഈ സംസ്ഥാനത്ത് പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മൂലധന നിക്ഷേപമായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. അപ്പോൾ ആരാണ് കൂടുതൽ വളർത്തുന്നത്? ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രിതമായി കൃത്യമായും ഈ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തുന്നു. തൊഴിലിലും ആ കണക്കുകളിൽ ഇന്ന് കേരളം 7% ദേശീയ ശരാശരി 3%. ഇതെല്ലാമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം നിരന്തരമായ തെറ്റായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് BJP സർക്കാരിനെ ജനങ്ങളുടെ മുൻപിൽ താറടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലും ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. ആരാ കുറ്റപ്പെടുത്തുന്നത്? ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എവിടുന്ന പണം കിട്ടിയേ? 2023-24 അവർക്ക് 19 കോടി രൂപ കിട്ടി. ആ 19 കോടിയിൽ 10 കോടിയും കിട്ടിയത് DMK-യുടെ കയ്യിൽ നിന്ന്. DMK-ക്ക് എവിടുന്ന പണം കിട്ടിയ? സാൻജിയോ മാർട്ടിന്റെ കയ്യിൽ നിന്ന്. സാൻജിയോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് 500 കോടി മേടിച്ച DMK അവരുടെ കയ്യിൽ നിന്ന് 10 കോടി സംസ്ഥാനത്തെ CPM-നും 15 കോടി CPI-ക്കും കൊടുത്തു. അതായത് ഇവിടെ സദാനന്ദ മാഷ് പണം മേടിക്കും, ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് മേടിക്കില്ല. സദാനന്ദ മാഷ് ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് ഞാൻ മേടിക്കും, എന്നിട്ട് പറയും ഞാനും സദാനന്ദ മാഷ് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് പോലെയല്ലേ? DMK സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടിയ DMK സർക്കാർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചതിന് 10 കോടിയും CPM വാങ്ങിച്ചു, 15 കോടി CPI വാങ്ങിച്ചു. എന്നിട്ട് പറയാം സാൻജിയോ മാർട്ടിനായിട്ട് ഞങ്ങൾ ബന്ധമില്ല. സാൻജിയോ മാർട്ടിന് ആദ്യം പണം മേടിച്ചതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ 2 കോടി വാങ്ങിച്ചത്. ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെയുള്ള പ്രവർത്തനം. എന്നിട്ട് ഒരു തട്ടിപ്പ് കൂടി ചെയ്തു. പുതിയൊരു കണക്ക് കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മുത്തൂറ്റ് ജോർജിന്റെ മുത്തൂറ്റ് ഗ്രൂപ്പിൽ CPM ഏതാണ്ട് 6 മാസക്കാലം സമരം ചെയ്തു. ആ സമരം ചെയ്ത സമയത്ത് 2021 മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനെ തല്ലുക പോലും ചെയ്തപ്പോൾ 2.5 കോടി രൂപ അക്കൗണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് CPM. ഇലക്ട്രൽ കണക്കുകൾ കിടക്കുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ കിടക്കുന്നു. 2.5 കോടി രൂപ മുത്തൂറ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ സമരത്തെ പോലും ഒറ്റുകൊടുത്ത, സ്വന്തം തൊഴിലാളികളെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ സ്വന്തം തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന, ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്ന, ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന
നിങ്ങൾക്കറിയാം കരുവന്നൂർ ബാങ്കിലേക്ക് കണക്കുകൾ ഞാൻ കൂടുതൽ സൂചിപ്പിക്കുന്നില്ല, ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം കരുവന്നൂർ ബാങ്കൊക്കെ കൊള്ള നടത്തിയത് എങ്ങനെയാണ്, കരുവന്നൂർ ബാങ്കിലെ എങ്ങനെയാണ് ഓരോ 400 കോടി രൂപ, ഒരു ബ്രാഞ്ചിൽ നിന്ന് 400 കോടി രൂപ. ഇത് വലിയൊരു കൊള്ളയല്ല, കൊള്ളയേക്കാൾ വലുതെന്തോ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ കേരളത്തെ മുഴുവൻ കൊള്ളയടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് ഭരിക്കുന്ന CPIയുടെ ഒരു നേതാവാണ് ഇവിടെ നിങ്ങളുടെ മുൻപിൽ തിരഞ്ഞെടുപ്പിൽ വരുന്നത്. വികസന നായകൻ എന്നൊക്കെ ഞാൻ ബോർഡ് കണ്ടുവരുന്നവര്, വികസന നായകൻ. വികസന നായകൻ ചെയ്ത കാര്യമെന്താ? ഞാൻ പൊതുവെ കുറ്റം പറയില്ല എന്ന് വിചാരിച്ചതാണെങ്കിലും ചില കണക്കുകൾ കൂടി പറയാതെ പോയാൽ ശരിയാവില്ല. വികസന നായകൻ ചെയ്ത 2 കാര്യങ്ങൾ നമുക്കറിയാം. വികസന നായകനും കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചു. കർഷകർക്ക് ഞങ്ങൾ 5000 രൂപ കൊടുക്കും, കർഷക പെൻഷനായിട്ട് 5000 രൂപ കൊടുക്കുമെന്ന് ഈ കാർഷിക വകുപ്പ് മന്ത്രി അന്ന് പ്രഖ്യാപിച്ചില്ലേ? എത്ര പേർക്ക് കൊടുത്തു കാർഷിക പെൻഷൻ? നരേന്ദ്രമോദി സർക്കാർ ഈ കേരളത്തിൽ 23 ലക്ഷം ആളുകൾക്ക് കാർഷിക പെൻഷൻ നൽകുവാൻ നിശ്ചയിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെയാണ് നിശ്ചയിച്ചത് കണ്ടുപിടിക്കാൻ. സംസ്ഥാന സർക്കാരാണ് കണ്ടുപിടിച്ചത് 23 ലക്ഷം കർഷക തൊഴിലാളികളെ. ആ കർഷകർക്ക് ഡയറക്ട് ബാങ്കിംഗ് ട്രാൻസാക്ഷൻ വഴി നേരിട്ട് ബാങ്കിലേക്ക് ഈ പണം നൽകിയത് നരേന്ദ്രമോദി സർക്കാർ. എന്നാൽ ഈ 2020 മുൻപ് പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ കാർഷിക പെൻഷൻ രൂപ കിട്ടിയ ആൾ ഈ കേരളത്തിലുണ്ടോ? ഒരാളുണ്ടോ ഈ കേരളത്തിൽ? സംസ്ഥാനത്തിന്റെ കാർഷിക പെൻഷൻ ഞങ്ങൾ ഇത്ര പേർക്ക് നൽകി. കേരളത്തിൽ വേണ്ട മണലൂരും വേണ്ട, എവിടെയെങ്കിലും അവർക്ക് കാണിച്ചു തരാൻ വരുമോ കാർഷിക പെൻഷൻ കിട്ടുന്ന ആള്? സംസ്ഥാനത്തെ CPMന്റെ വക്താക്കൾ പോലും പറയുന്നില്ല ഞങ്ങൾ ഇത്രയും പേർക്ക് കാർഷിക പെൻഷൻ നൽകിയെന്ന്. അപ്പൊ വെറും നുണ പറയുന്ന ഒരു മന്ത്രി, താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാത്ത ഒരു മന്ത്രി എന്ന പേര് കൂടി സുനിൽകുമാറിനില്ലേ? ഇത് മാത്രമാണ് സുനിൽകുമാർ ചെയ്ത മറ്റൊരു വിപ്ലവകരമായ കാര്യം. പച്ചക്കറിക്ക് താങ്ങുവില നിശ്ചയിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചില്ലേ? പിണറായി വിജയനെ പ്രഖ്യാപിച്ച് സുനിൽകുമാർ കൂടെ ഉണ്ടായിരുന്നു. 15-20ഓളം പച്ചക്കറികൾക്ക് താങ്ങുവില MSP ഞങ്ങൾ നിശ്ചയിച്ചു. ഞങ്ങൾ ഏത്തക്കായ മുതൽ കപ്പ വരെ ഈ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ഞങ്ങൾ വിൽക്കും. ഞങ്ങൾ നേന്ത്രക്കായ്ക്ക് 22 രൂപ 50 പൈസ. അപ്പൊ ആൾക്കാർ വെച്ചു കൃത്യം 22 രൂപ 50 പൈസ നാളെ തൊട്ട് കിട്ടും. കപ്പ 18 രൂപ കിട്ടും. ഈ കണക്കുകൾ സംസ്ഥാനത്തെ പല ചാനലുകളും പല ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചില പത്രങ്ങളും അടിച്ചു വെച്ചില്ലേ? കാർഷിക വില MSP പ്രഖ്യാപിച്ചിരിക്കുന്നു, താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നു. നേന്ത്രക്കുലയ്ക്ക് ഇത്ര രൂപ, കപ്പയ്ക്ക് ഇത്ര രൂപ, തക്കാളി ഇത്ര രൂപ, പടവലയ്ക്ക് ഇത്ര രൂപ എഴുതി വെച്ചു. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് പോയിട്ട് സ്വന്തം വീട്ടിലേക്കെങ്കിലും ഈ സംസ്ഥാന സർക്കാർ 1 കിലോ ഏത്തക്കായോ 1 കിലോ കപ്പയോ എടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കർഷകന്റെ കയ്യിൽ നിന്ന് MSP താങ്ങുവിലയ്ക്ക് ഈ സംസ്ഥാന സർക്കാർ ഏത്തക്കുല എടുത്തതായിട്ട്, ഈ സംസ്ഥാന സർക്കാർ കപ്പ എടുത്തതായിട്ട്? അപ്പൊ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ, ആ ജനങ്ങളെ പറ്റിക്കുവാൻ കൂട്ടുനിന്ന ഒരു സുനിൽകുമാർ എന്ന മന്ത്രി, ആ മന്ത്രിയെ ഇവർ വിപുലമായി പരിചയപ്പെടുത്തുകയാണ് ഇവിടുത്തെ വികസന നായകനാണ്. നിങ്ങളുടെ വികസന നായകന്റെ കഥയാണ് ഈ പറയുന്നത്. ഇനി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുമുണ്ട് 6 പോയിന്റ്. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ നുണ പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കുന്ന ഒരു നേതാവിനെയാണ് നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് കിട്ടിയിരിക്കുന്നത്. അടുത്തയാളെ കുറിച്ച് പറയുന്നത് ദേശാടന പക്ഷി എന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എവിടെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. കിട്ടിയ സ്ഥലത്തേക്ക് ഓടി വരും. 10 പുത്തനുണ്ടാക്കാനുള്ള ഓട്ടം. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ നാട്ടിൽ ഒരു ഗുണവുമില്ല. പോയി കഴിഞ്ഞാൽ അവരെ പടക്കം പൊട്ടിക്കുകയാണ് അതേ നാട്ടുകാർ. ഒന്ന് പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളെയാണ് ഒരു ചിരിക്കുന്ന മുഖമായിട്ട് കേരളത്തിൽ കൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ചരിത്ര നായകൻ അദ്ദേഹത്തെ പറയാം. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോ പോയിട്ട് മന്ത്രിയായി, ഇലക്ട്രിസിറ്റി മന്ത്രിയായി അല്ലേ? ഇലക്ട്രിസിറ്റി മന്ത്രിയായി, ഭരിക്കുന്ന കക്ഷിയുടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി മന്ത്രിയായിട്ട് തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കോൺഗ്രസ് ഒക്കാത്ത ഒരു സീറ്റിൽ നിന്നിട്ട് അവിടെ വരെ തോറ്റ ഒരു മഹാനായ നേതാവിനെയാണ് സുരേഷ് ഗോപിയെ നേരിടാൻ ഇവിടെ കൊണ്ടേ നിർത്തിയിരിക്കുന്നത്. തോറ്റ ചരിത്രം ധാരാളമുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു MLAയും ഒരു MPയും. ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അദ്ദേഹം ജയിച്ച സ്ഥലത്ത് അദ്ദേഹം നടത്തിയ ഒരു വികസനം സ്വന്തം കാര്യമല്ലാതെ എന്തെങ്കിലും നടത്താൻ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, ഇവിടെ CPMന്റെ ഒക്കെ നേതാക്കൾ ജയിച്ചു കഴിഞ്ഞാൽ ലെവി 80%,
CPM 80% അല്ലേ ലവി? 80% ലവി. MP-മാർ കിട്ടുന്ന 80% പാർട്ടിക്ക് കൊടുക്കണം. അതായത് നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട പണം 80% പാർട്ടിക്ക് കൊടുക്കണം. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അതെടുത്ത് ചെലവാക്കും. അങ്ങനെയാണ് CPI-യുടെയും CPM-ന്റെയും നിയമം. പക്ഷേ BJP മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ 80%, 1000% തിരിച്ച് ജനങ്ങൾക്ക് നൽകുന്ന ഒരു നേതാവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത്, സ്വന്തം പണിയെടുത്ത കയ്യിൽ നിന്ന് പണമെടുത്തുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം അറിയാം, അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകള് കാനഡയ്ക്ക് പോയി പഠിക്കാൻ പോകുമ്പോൾ 6th സെമസ്റ്ററിന് പരീക്ഷയ്ക്ക് പൈസ ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പണം എടുത്തിട്ട് ഒരു കുടുംബത്തിന്റെ വീട് പണിയാൻ നൽകിയത് എന്റെ കൈ കൊണ്ട് കണ്ടതാണ്. ഞാൻ ചോദിച്ചതാണ്, സ്വന്തം മകൾക്ക് അയച്ചു കൊടുത്തൂടെ? അത് 2 ദിവസം കഴിഞ്ഞാലും ചെയ്യാൻ മാനേജ് ചെയ്തോളൂ. എനിക്ക് നേരിട്ടറിയാം, അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഈ തൃശ്ശൂര് പോലുമല്ല, സ്വന്തം വോട്ട് വാങ്ങിക്കാൻ പോലുമല്ല, മുളന്തുരുത്തിയിൽ എന്റെ നാടിന്റെയും അപ്പുറത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് പണിയാൻ പൈസയില്ല, വാർക്കാൻ പൈസയില്ല എന്ന് വെച്ചപ്പോ അന്ന് കിട്ടിയ 2 ലക്ഷം രൂപ അപ്പൊ തന്നെ എടുത്തിട്ട് ആ മനുഷ്യന് കൈകൊണ്ട് കൊടുത്തു. ഒരു തെളിവുമില്ല. ഇത്ര ജനകീയനായ ഒരു നേതാവ്, ഇത്ര മനുഷ്യസ്നേഹിയായ ഒരു നേതാവ് ഒരുപക്ഷെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലും ഉണ്ടാവില്ല. സ്വന്തം കുട്ടികൾക്ക് കൊടുക്കേണ്ട പണം എടുത്തുകൊണ്ട് സാധാരണക്കാരന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു MP-യെ, ആ MP-യെ കിട്ടിയിട്ട് ജയിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള ദുര്യോഗമാണ്, അദ്ദേഹത്തിനുള്ള നേട്ടമല്ല. അത് ഈ തൃശ്ശൂരുകാർക്കുള്ള ഒരു അവകാശമായി നിങ്ങൾ ജയിപ്പിക്കണം. തൃശ്ശൂരിനെ അദ്ദേഹം എടുക്കുകയല്ല, തൃശ്ശൂര് അദ്ദേഹത്തെ എടുക്കുകയാണ് ഇനി കാണാൻ പോകുന്നത്. ആ നേട്ടമാണ് കാണുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേരളം മുഴുവൻ ചോദിക്കുന്നത് തൃശ്ശൂർ എന്താവുമെന്നാണ്. തൃശ്ശൂരെ ജനങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നുണ്ട്. സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയമില്ലാത്തവർ, മതപരമായ വ്യത്യാസമില്ലാത്തവർ, ജാതിപരമായി ചിന്തിക്കാത്തവർ, ഇവരെല്ലാവരും ഒരൊറ്റക്കെട്ടായി പറയുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം. കാരണം ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മകളും, സ്വന്തം പണിയെടുത്തുണ്ടാക്കുന്ന പണം പോലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു MP, ആ MP ഈ കേരളത്തിൽ നിന്ന് ജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും MP അല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെയാണ്. ഒരു സംശയവുമില്ല, അത്തരത്തിലുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ നിങ്ങളുടെ മണ്ഡലം മാത്രമല്ല ഈ കേരളം മുഴുവൻ ഒരു പുതിയ ചരിത്രം എഴുതും, ഒരു വികസനത്തിന്റെ പുതിയ പാത എഴുതും. ഒരു സംശയവുമില്ല, ഈ രാജ്യത്ത് നടക്കുന്ന വികസനത്തിന്റെ ഏറ്റവും നല്ല ഭാഗം ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തും. സംശയമില്ല, ശ്രീ സുരേഷ് ഗോപി അധികാരത്തിൽ വന്ന എന്നുള്ളതിനൊരു തർക്കമില്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു നിയന്ത്രണവുമില്ലാതെ ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു വീട് നിങ്ങൾക്ക് ഡൽഹിയിലുണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന, ഈ കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു പുതിയ MP, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ നേതാവ്, അതാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ കേരളത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയാണ് ഇന്ന് തൃശ്ശൂരിലുള്ളത്. നിങ്ങൾ ഈ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കുന്നത് വെറും സുരേഷ് ഗോപിയല്ല, ഈ കേരളത്തിന്റെ മുഴുവൻ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈ കേരളത്തിന്റെ വിജയത്തിന്റെ ഓരോ പടിയും നിങ്ങളുടെ മുന്നിലാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വലിയ കർത്തവ്യം അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മഹാഭൂരിപക്ഷത്തിൽ, നേരത്തെ സദാനന്ദ മാഷ് പറഞ്ഞതുപോലെ മഹാഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുവാനുള്ള ഓരോ പ്രവർത്തനത്തിനും ഇന്ന് തൊട്ട് നിങ്ങൾ സദാ ജാഗരൂകരായി നിൽക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം.